പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അമ്മയെ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നല്ലത്. ഇവിടെ കൊട്ടാരത്തിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിട്ട് വരാമെന്ന് കരുതിയത്. ആന്റിക്ക് സുഖമില്ലാത്തല്ലേ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. ഇതെന്താ പറ്റിയേ? വെല്ലിമ്പ്രാട്ടിക്ക് ഇതെന്താ പെട്ടെന്നൊരു അസ്വസ്ഥത പോലെ? അച്ഛാ, എല്ലാവർക്കും കൂടി കൊടൈക്കനാലിൽ പോവാന്ന് കരുതിയതല്ലേ, ട്രിപ്പ് ക്യാൻസൽ ആയി പോയല്ലോ അച്ഛാ. മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് പോവാട്ടോ. അതുവരെ മോളന്ന് ക്ഷമിക്കേ. ഓക്കെ, മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം. ഗുഡ് ഗേൾ. വാ. അരുണയും ഗംഗയും കൊടൈക്കനാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരെ സുഖമില്ലാന്ന് പറഞ്ഞ് നാടകം കളിച്ചിട്ട് എന്തായി? എന്താ പറഞ്ഞേ? എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഞാൻ നാടകം കളിച്ചെന്നോ? ഇപ്പൊ ശരിക്കും സുഖമില്ലാതെ കൊടൈക്കനാലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി മാറിയില്ലേ? എന്തൊക്കെയാ ഡോക്ടർ പറഞ്ഞു വരുന്നേ? ഓവറാക്കല്ലേ അമ്മേ. എന്റെ മുമ്പിൽ അഭിനയം കാണിച്ച് എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. എന്നാ ഞാൻ പോട്ടെ. ഇയാൾക്കെന്താ ഭ്രാന്ത് പിടിച്ചു? നന്ദിനി, നന്ദിനി, നന്ദിനി. നമസ്കാരം. നമസ്കാരം. എന്താ സുകുമാര? അമ്മേ, ആ മാധവി നാഗനന്ദിയനെ അവിടെ കൊട്ടാരത്തിന്റെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക. നാഗനന്ദിയനെ ആ മാധവി അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് കാണുമ്പോ ഇനി ഗംഗയും പാർവതിയുടെ മകളാണെന്നുള്ള കാര്യം ആ നാഗനന്ദിയെ മനസ്സിലാക്കുമോ എന്ന് എന്റെ പേടി. ഗംഗയുടെ ചരിത്രം അവർ ചൂഴ്ന്നെടുക്കുന്നതിന് മുൻപേ നമുക്കത് തടഞ്ഞേ പറ്റൂ അമ്മേ. നാഗനന്ദിയൻ ആ കൊട്ടാരത്തിൽ താമസിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് അവനെ അവിടെ ചെന്ന് ഒന്നും ചെയ്യാനാകില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ അവളെ തള്ളിക്കളയാൻ പാടില്ല അമ്മേ. അവളെ ഏത് വിധേനയും നമുക്ക് രക്ഷിച്ചെടുക്കണം. ഇപ്പോ ഗംഗയെ സംരക്ഷിക്കാൻ കറുപ്പൻ സ്വാമിയുണ്ട്. ഗംഗ ആരാണെന്ന് നാഗനന്ദിയൻ മനസ്സിലാക്കില്ല. അവളെ കറുപ്പൻ കാത്തുരക്ഷിക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ശരി അമ്മേ. ഈ ബംഗ്ലാവിലാണ് പുരുഷോത്തമൻ വേലക്കാരി മീനാക്ഷിയെ ഉപയോഗിച്ച് ദേവസേനയെ കടത്തിക്കൊണ്ടുവന്ന് വെച്ചിരുന്നത്. നമുക്കിവിടെ തന്നെ മറിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാമെന്ന് തോന്നുന്നു. ഇതാ പുരുഷോത്തമൻ വിരാജിക്കുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായും അവൻ ഇവിടേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അവനോട് പോരാട്ടം നടത്തിയ കാലചക്രം തിരിച്ചെടുക്കാം. അതിനു മുൻപ് തന്നെ ഞാൻ ഈ ബംഗ്ലാവിനകത്ത് പോയി പുരുഷോത്തമനെ പറ്റി എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് പരിശോധിക്കട്ടെ. ശരി, നന്ദിനി പോയി നോക്കിട്ട് വാ. പുരുഷോത്തമൻ പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിനക്ക് അറിയിപ്പ് തരാം നന്ദിനി. ആ ശരി. പുരുഷോത്തമനെ പറ്റി എന്തെങ്കിലും തെളിവ് ലഭിച്ചോ നിനക്ക്? ഇല്ല. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. പുരുഷോത്തമനെ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കാനേ പറ്റൂ. നമുക്കിവിടെ തന്നെ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ മുന്നിൽ പുരുഷോത്തമനെ കണ്ടുപിടിക്കാനുള്ള ഏക വഴി ഇതാണ്. നമുക്ക് മറഞ്ഞു നിൽക്കാം. ഇനിയും സമയം കളയണ്ട.
ഗംഗേ, നാഗനന്ദിയെ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. വാ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വന്ന മറ്റുള്ളവർക്ക് അത് സംശയമാകും. മാധവി പോയിക്കോളൂ, ഞാൻ പുറകെ വരാം. ശരി, അധികം വൈകല്ലേ. ഗംഗ ഇങ്ങോട്ട് വരുക. അവളുടെ തലയിൽ കൈവച്ച കാര്യങ്ങൾ അറിയും. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മാധവി. എന്താ കാര്യം? നന്ദിനിയെ അവസാനിപ്പിക്കാനായി ഞാനൊരു വഴി കണ്ടെത്തിയിരിക്കുക. നന്ദിനിയെ കൊല്ലുമെന്ന് നീ ശപഥം ചെയ്തിരിക്കുന്നതല്ലേ? അപ്പൊ നീ അത് അറിഞ്ഞു കഴിഞ്ഞാ സന്തോഷമാകുമല്ലോ എന്ന് കരുതിയാ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞേ. നന്ദിനിക്കൊരു അവസാനം കണ്ടെത്താൻ പോവെന്ന് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷായി. എങ്ങനെയാണ് നന്ദിനെ കൊല്ലാൻ പോകുന്നത്? അതും എനിക്ക് അറിയണമെന്നുണ്ട്. പറയാം. അതിനു മുൻപ് നന്ദിനിയെ കൊല്ലാനായി പോരാടിക്കൊണ്ടിരിക്കുന്ന നിനക്ക് എന്റെ ഒരു ഉപഹാരമെന്നോണം ചില ശക്തികൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു ശക്തിയും വേണ്ട. നന്ദിനെ നിങ്ങളൊന്ന് ഇല്ലാതാക്കി തന്നാൽ മാത്രം മതി. നന്ദിനിയെ കൊല്ലുവെന്നതിൽ മാറ്റമില്ല. നീ അതോർത്ത് വിഷമിക്കേണ്ടതില്ല. നാഗനന്ദിയൻ നാഗവംശത്തിന്റെ തന്നെ പിതാമഹനാണ്. അദ്ദേഹം നിനക്ക് ശക്തികൾ നൽകാമെന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയാതെ വാങ്ങിച്ചോളൂ. ശക്തികൾ വാങ്ങാൻ നിനക്ക് മടിയാണെങ്കിൽ വേണ്ട, എന്നിൽ നിന്ന് ആശീർവാദം വാങ്ങിച്ചോളൂ. നാഗനന്ദിയന്റെ ആശീർവാദം ലഭിക്കുവാൻ നീ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. ആശീർവാദം വാങ്ങിച്ചോളൂ ഗംഗേ. നാഗ 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 നാഗേത്തി, നാഗരൂപ നാഗിനി, നാഗ നാഗ നാഗേത്തി, നാഗസ്വയകാരിണി. നീ പോയിട്ട് വാ. ഇനി നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നന്ദിനെ കൊല്ലാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് നിന്നോട് പറയണമെന്ന് തന്നെയാ കരുതിയത്. എന്നാൽ തൽക്കാലം അത് രഹസ്യമാക്കി വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് നാഗദേവതയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ്. സമയമാകുമ്പോൾ നീ അതറിയും. ഓ ശരി. ഗംഗയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ പറ്റിയില്ലേ? അവൾ ആരാണെന്ന് അറിഞ്ഞോ നന്ദിയ? ഗംഗ നന്ദിനിയുടെ കൂടപ്പിറപ്പല്ല മാധവി. ഇത് തന്നെയാണല്ലോ ഞാനും നിങ്ങളോട് പറഞ്ഞേ. ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയില്ലേ? ഇനി നന്ദിനിയുടെ അനുജത്തി ആരാണ്, അവൾ എവിടെയാണ് ഉള്ളതെന്നും കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് നന്ദിനിയെ അവസാനിപ്പിക്കണം. ചേച്ചി, ഗംഗ ചേച്ചി, ഞാൻ ഗിഫ്റ്റ് തന്ന മോതിരം ചേച്ചിയുടെ കൈ തന്നെ കിടക്കണല്ലേ? മോൾ എനിക്കത് ആശിച്ചു തന്നതല്ലേ? ദേ എന്റെ കൈ തന്നെ ഉണ്ടത്. അല്ല മോളെ, എനിക്ക് ആ മോതിരം വാങ്ങി തരണോന്ന് എന്താ പെട്ടെന്ന് തോന്നിയേ? എനിക്കങ്ങനെ തോന്നി. എന്താന്ന് ചോദിക്കല്ലേ ചേച്ചി, എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. നീ അത് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് മിണ്ടില്ല. എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കിട്ടിട്ട്? മിണ്ടാതിരിക്കല്ലേ ചേച്ചി. ചേച്ചിയോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്നാ സത്യം പറ. കാര്യൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്നോട് ദേഷ്യപ്പെടൂ ചേച്ചി. ഇല്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഈ മോതിരമില്ലേ, അത് ഞാൻ വാങ്ങിച്ചല്ല.
ചേച്ചിയുടെ കയ്യിലിടാൻ പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് തന്നതാ. അങ്ങനെ ആരാ തന്ന മോൾക്ക്? കനഴികമ്മ തന്നതാ. ദേവസേനി, കനഴികമ്മേ, എത്ര നാളായി മോളെ കണ്ടിട്ട്. മോളെ കാണാൻ വേണ്ടി ഞാനിവിടെ കാത്തു നിന്നത്. എന്നെ കാണാൻ വേണ്ടിയോ? എന്തിന്? ഗംഗ ചേച്ചിക്ക് നാഗങ്ങളാൽ ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരാമോ? ഗംഗ ചേച്ചിക്ക് ആപത്ത് വരാതിരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാ. എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞു ഞാൻ ചെയ്യാം. ഈ മോതിരം കണ്ടോ നീയെ? ഗംഗ ചേച്ചിയുടെ കയ്യില് ഈ മോതിരം നീ ഇട്ട് കൊടുക്കണം. ഇത് അമ്മയ്ക്ക് തന്നെ ഗംഗ ചേച്ചിക്ക് കൊടുക്കാൻ പാടില്ലേ? ഗംഗ ചേച്ചി കറുപ്പൻ സ്വാമിയുടെ പ്രസാദാന്ന് കരുതി ഈ മോതിരം വാങ്ങിച്ചോളൂ അമ്മേ. ഗംഗയും ഞാനും ഇപ്പോ ചെറുതായിട്ടൊന്ന് വഴക്കിട്ടിരിക്കുക. അതുകൊണ്ട് എന്റെ കൈ കൊണ്ട് മോതിരം കൊടുത്താൽ അവള് ചിലപ്പോ വാങ്ങിക്കില്ല. അതുകൊണ്ടാ മോളുടെ കയ്യിൽ തരുന്നേ. ഞാനാ തന്നെന്ന് പറയാതെ നീ ഇത് അവളുടെ വിരലിലിട്ട് കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനേ ഞാൻ എല്ലാ ദിവസവും കറുപ്പൻ സ്വാമി പ്രാർത്ഥിക്കാറുണ്ട്. സ്വാമിയുടെ അവതാരല്ലേ അമ്മ, അപ്പൊ ഞാൻ അനുസരിക്കാതിരിക്കോ? വീട്ടിൽ പോയ ഉടനെ ഗംഗ ചേച്ചിയുടെ കയ്യിൽ ഈ മോതിരിട്ടോളാം. ശരി. സൂക്ഷിക്കണേ, മോതിരം നഷ്ടപ്പെടരുത്. അമ്മ ഒരു കാര്യമില്ലാണ്ട് അങ്ങനെ ചെയ്യില്ല. ഗംഗ ചേച്ചിക്ക് ആപത്ത് വരാണ്ടിരിക്കാനാ കണ്ണഴകിയമ്മ ഈ മോതിരം ഇട്ട് തരാൻ പറഞ്ഞത്. അതുകൊണ്ടായി ഞാനത് ഇട്ട് തന്നെ. അവരങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ അതിന്റെ വിരൽ ഇടുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് പറയണ്ടേ? കണ്ണഴകിയമ്മയാ ഗംഗ ചേച്ചിയോട് പറയണ്ടെന്ന് പറഞ്ഞേ. അവരങ്ങനെ പറഞ്ഞ നീ എന്നോട് അങ്ങനെ മറച്ചു വെക്കാൻ പാടുണ്ടോ? സോറി ഗംഗ ചേച്ചി. കണ്ണഴകിയമ്മ ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല ദേവസേനെ. അവരൊരുപാട് മാറിപ്പോയി. ഇനി അവരായിട്ട് യാതൊരു കൂട്ടും വേണ്ട നമുക്ക്. അവരിനി എന്ത് തന്നാലും നീ വാങ്ങാനും പാടില്ല. ഇനി ഞാനോ നിന്റെ അച്ഛനോ അറിയാതെ ഇതുപോലെ ഒന്നും തന്നെ നീ ചെയ്യരുത്. ഇനി മേലാൽ ഇതുപോലെ കുർത്തക്കട് വല്ലത് ഒപ്പിച്ച ഗംഗയെ സംരക്ഷിക്കാൻ കറുപ്പനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്നില്ലേ? പക്ഷെ എന്റെ സ്വസ്ഥതയെല്ലാം നശിച്ചിരിക്കുക. ഗംഗയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് എന്റെ പേടി. നാഗനന്ദിനിൽ നിന്ന് ഗംഗ രക്ഷപ്പെട്ട് സുഖമായ. ഗംഗ രക്ഷപ്പെട്ട് കഴിഞ്ഞു അമ്മേ. എന്റെ കറുപ്പൻ അവളെ കാത്തു രക്ഷിച്ചു. കറുപ്പൻ സ്വാമി രക്ഷിച്ചു അല്ലേ? ഇപ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനമായത്. അല്ല, ഗംഗ എങ്ങനെയാ സത്യത്തിൽ രക്ഷപ്പെട്ടത്? അവൾക്ക് എങ്ങനെയാ നാഗനന്ദിനെ കബളിപ്പിക്കാനായത്? ഞാൻ കൊടുത്തുവിട്ട മോതിരം സാധാരണ മോതിരമല്ല. ഞെരിഞ്ചക്കുടി കറുപ്പൻ സ്വാമിയുടെ കാൽച്ചിലങ്കയിലെ മണിയിൽ തീർത്ത മോതിരമാണ്. ഞാൻ കൊടുത്തയച്ച മോതിരത്തിന്റെ ശക്തി ഗംഗയെ പറ്റിയുള്ള രഹസ്യങ്ങളെല്ലാം നാഗനന്ദിയന്റെ ദൃഷ്ടിയിൽപ്പെടാതെ മറച്ചു വച്ചിരിക്കുമെന്ന് ഉറപ്പാ. ഗംഗ നാഗനന്ദിയനിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. കറുപ്പൻ അവളെ രക്ഷിച്ചു. ഞങ്ങളിവിടെ ഉണ്ടെന്നറിഞ്ഞിനി വരാതിരിക്കുന്നതാണ്. പുരുഷോത്തമന് വേണ്ടി ഒരുപാട് നേരമായില്ലേ കാത്തിരിക്കുന്നു.
അവൻ വരുമെന്ന് തോന്നുന്നില്ല. എനിക്കെന്തോ അവൻ വിരാജിക്കുന്ന സ്ഥലം ഇതല്ലെന്നാ തോന്നുന്നത്. നമ്മൾ ഇനി ഇങ്ങനെ സമയം കളയുന്നതിൽ അർത്ഥമൊന്നുമില്ല. വാ പോവാം. ഇനി കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് സമയം കളയേണ്ട കാര്യമുണ്ടോ? നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നോക്കാം നന്ദിനി. ശരി, എന്നാ പോകാം. ഈ സ്ഥലത്ത് വെച്ചല്ലേ ജാനകി എന്റെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞത്. അച്ഛന്റെ ശരീരം കണ്ടു കിട്ടിയാൽ അച്ഛന് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ മുറപ്രകാരം ചെയ്യായിരുന്നു. ഭാഷാബായി ജപിച്ചു തന്ന അതേ മാന്ത്രിക ഏലസ് ഇത് അഴിഞ്ഞു പോയതുകൊണ്ടല്ലേ എന്റെ അച്ഛൻ ആ ജാനകി കൊന്നു കളഞ്ഞത്. അച്ഛ, ആ ജാനകി പറഞ്ഞതുപോലെ തന്നെ കൊന്നു കളഞ്ഞല്ലോ എന്റെ അച്ഛനെ. ഒരു നോക്ക് കാണാൻ പോലും ബാക്കി വച്ചില്ലല്ലോ അവള്. അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടിയാ ഞാൻ വന്നത്. അതിനുള്ള അവസരം പോലും ആ മഹാഭാവി ബാക്കി വച്ചില്ല. എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞതിന് അരുണിനെയും ദേവസേനയും കൊന്ന് ആ ജാനകിയോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും അച്ഛാ. ഈ പറയുന്നത് എന്റെ അച്ഛനാണ് സത്യം. സത്യം, സത്യം. നന്ദിനിയുടെ അനുജത്തിയിലേക്ക് എത്തിച്ചേരാൻ എന്തെങ്കിലും മാർഗം ലഭിച്ചോ? ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നേ, പക്ഷെ ഒരു തീരുമാനത്തിലെത്താനാവുന്നില്ല. ഇനിയും നമ്മളിങ്ങനെ സമയം കളഞ്ഞ ഉടനെ തന്നെ ആ നന്ദിനി കാലചക്രങ്ങൾ കാട്ടമ്മയിൽ സമർപ്പിച്ച് അവളുടെ അമ്മ പാർവതി ചെയ്ത ആ ശപഥം നിറവേറ്റും നന്ദിയ. പാർവതിയോ? ആരാണ് ആ പാർവതി? നന്ദിനിയുടെ അമ്മയാണ് നന്ദിയ പാർവതി. എന്താ പാർവതി എന്ന പേര് കേട്ട് അതിശയിച്ചു നിൽക്കുന്നേ? പാർവതി നിങ്ങൾക്ക് പരിചയം? എനിക്കറിയാമോ എന്നതല്ല, പാർവതിയുമായി നിനക്കെന്ത് ബന്ധം? ഇതുവരെ മറ്റാരോടും ഞാൻ ഈ രഹസ്യം പറഞ്ഞിട്ടേ ഇല്ല നന്ദിയ. നിങ്ങളെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാനിപ്പോ പറയുന്നേ. ആ പാർവതി
പാർവതി മരിച്ചുപോയെന്നോ? നന്ദിനി പാർവതിയുടെ മകളാണോ? നിങ്ങൾ ചോദിച്ചത് കൊണ്ടാ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞേ. ഇനി എനിക്ക് ഉത്തരം താ. ആ പാർവതി തനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് നന്ദിനിയാൽ ഇപ്പൊ മാത്രമാണ് പ്രശ്നങ്ങൾ. എനിക്ക് അവൾ പിറന്നതിൽ നിന്ന് പ്രശ്നങ്ങളാണ്. നന്ദിനിയെ കൊല്ലുക എന്നത് എന്റെ കാർഗോടക വംശത്തിന് കിട്ടിയ ഉത്തരവാണ്.